നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക് മീഡിയ എന്ന ഫസ്റ്റ് ഇയറുകാരുടെ സബ്ജക്റ്റ് മൈനർ കോഴ്സിലെ 3rd യൂണിറ്റ് ആണ്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഏതൊക്കെ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഡയറക്ഷനും അതിൻ്റെ ഫ്ലോയും, കമ്മ്യൂണിക്കേഷൻ്റെ ഡയറക്ഷനും ദിശയും അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലോയും ബേസ് ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കാറ്റഗറി ആയിട്ടുണ്ട്. ഒന്ന് നോക്കൂ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഫ്രം ഹയർ അതോറിറ്റി ടു ലോവർ ലെവൽസ് ഇൻ എൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിലെ ഹയർ അതോറിറ്റി ലോവർ അതോറിറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ള ആളുകൾക്ക് നൽകുന്ന കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും ഓർഡറുകൾ കൊടുക്കാനും ഗൈഡ് ലൈൻസ് കൊടുക്കാനും പോളിസികൾ പറഞ്ഞ് അവതരിപ്പിക്കാനും പ്രതീക്ഷകളൊക്കെ അവതരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഉദാഹരണം, ഒരു സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ ടീച്ചേഴ്സിനോട് പറയുന്നത്, ഒരു സ്ഥാപനത്തിലെ മാനേജർ ഇവിടെ ഉദ്യോഗമെടുക്കുന്ന ആളുകളോട് പറയുന്നത്, അതുപോലെ തന്നെ ഗവൺമെൻറ് സർക്കുലറുകൾ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അയക്കുന്ന ഗവൺമെൻറ് സർക്കുലറുകൾ അത് സർക്കാർ പറയുന്നതായിരിക്കും അല്ലേ. മന്ത്രിമാരും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലിരിക്കുന്ന ആളുകളും ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നൽകുന്ന സർക്കുലറുകൾ. അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. മെയിൻറ്റെയിൻസ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു കാര്യം കൊണ്ട്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് പ്രതീക്ഷിക്കുന്നത്, അതിൻ്റെ ക്ലാരിഫൈസ് എക്സ്പെക്റ്റേഷൻ, അതിന് ക്ലാരിറ്റി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കോർഡിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം ഏകീകൃതമാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. മേ റിസൾട്ട് ഇൻ ഡിലേയ്സ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡിലേകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ, ഈ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഡിലേയ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. ആൻഡ് ട്രാൻസ്മിഷൻ്റെ സമയത്ത് ഡിസ്റ്റോർഷൻ ഉണ്ടാവാനുള്ള റിസ്ക്കുമുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് അത് മറ്റു പല കാരണങ്ങളുമായിട്ട് ഇടകലർന്ന് അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിഷൻ നടക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തേതാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഫ്രം ലോവർ ലെവൽസ് ടു ദ ഹയർ അതോറിറ്റീസ്. താഴേക്കിടയിലുള്ള ആളുകൾ മുകളിലുള്ള ഹയർ അതോറിറ്റീസിന് അയക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്. ഫീഡ്ബാക്ക് കൊടുക്കാനും സജഷൻസ് കൊടുക്കാനും ഗ്രീവൻസസ് പ്രൊവൈഡ് ചെയ്യാനും അതേപോലെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാം കൊടുക്കുന്നതിനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, സ്റ്റുഡൻസ് തങ്ങളുടെ ഇഷ്യൂ HOD അറിയിക്കുന്നത് പോലെ, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിൻ്റെ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നത് പോലെ, ഫീഡ്ബാക്ക് ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് പോലെ. അതിന് എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുകയും അത് പരിഹാരത്തിലേക്ക് നയിക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ അല്ലെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നുണ്ട്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ക്രിറ്റിസിസം മേ റെഡ്യൂസ് ഓപ്പൺനെസ്. ഇനിയും തന്നെ വിമർശിക്കാനായിട്ട് ആളുകളുണ്ടാവുമെന്ന് ഒരു താഴേക്കിടയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞാൽ അത് ഈ ഒരു ഭയമുള്ള കാരണത്താൽ എന്ത് ചെയ്യുന്നു, അയാൾ തുറന്ന രൂപത്തിൽ ഫീഡ്ബാക്ക് കൊടുക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും ഹയർ ലെവൽസിലുള്ള ആളുകളോട് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. മൂന്നാമതാണ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. ഇത് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരേ ലെവലിലുള്ള ആളുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് കോർഡിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ടീം വർക്ക്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഷെയറിങ്ങിനൊക്കെയാണ് നടക്കുന്നത്. ഇതിന് ഉദാഹരണങ്ങളാണ് എക്സാം ഡ്യൂട്ടീസ് കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എഡിറ്റേഴ്സ് റിപ്പോർട്ടേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ടീമിലുള്ള സ്റ്റാഫുകൾ അങ്ങോട്ടും ടാസ്ക് ഡിസ്കസ് ചെയ്ത് ഷെയർ ചെയ്ത് ചെയ്യുക. അതിന് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അത് ടീം വർക്കിനെ എൻകറേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദി വർക്ക്, ഒരു വർക്കിനെ കോപ്പി ചെയ്യുക എന്നുള്ളതിനെ കുറയ്ക്കുന്നു, കോപ്പിയടി കുറയ്ക്കുന്നു. അതായത് പിന്നെ ഒരു വർക്കിന് ജെന്യുവനായിട്ട് ആളുകളെ കൊണ്ട് ചെയ്യുന്നു. കാരണം ഹെൽപ്പ് നമുക്ക് അവൈലബിൾ ആണ്, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിനെ അത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. ഇറ്റ് മേ ക്രിയേറ്റ് കോൺഫ്ലിക്റ്റ് ഇഫ് ദ റോൾസ് ആർ ക്ലിയർ. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ ക്ലിയർ അല്ല, അല്ലെങ്കിൽ എല്ലാവരുടെ ഏത് ഭാഗത്താണ് ഒരു ഭാഗമാക്കാൻ വേണ്ടത് അത് ക്ലിയർ അല്ല എങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇൻഫോർമൽ ചില ഘട്ടങ്ങളിൽ ചില ചെറിയ ഗ്രൂപ്പുകൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിൽ തന്നെ ഫോം ചെയ്യാൻ വേണ്ടി കാരണമാകും. നാലാമത്താണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് കട്ട്സ് അക്രോസ് ഫങ്ഷണൽ ലെവൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് യാതൊരുവിധ എതിർപ്പുമില്ലാതെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഹയർ ടു ലോവർ, ലോവർ ടു ഹയർ, അതിൻ്റെ ഇടയിലുള്ള പൊസിഷനിലുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനാണ് ഡയഗണൽ. ഇൻവോൾവ്സ് പീപ്പിൾ ഹു ആർ നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ഇൻ ദ ഹയറാർക്കിയിൽ പരസ്പരം ബന്ധപ്പെടാത്ത ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇത് പറയും, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഉദാഹരണം, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ മാർക്കറ്റിംഗ് മാനേജർ. ഒരു ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മാർക്കറ്റിംഗ് മാനേജറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ലാബ് അസിസ്റ്റൻറ്റ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളായിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഉദാഹരണം,
അതുപോലെ തന്നെ ഏതാണ് ഇവിടെ നമുക്ക് എന്തില്ല ഡിസിഷൻ മേക്കിംഗ് പെട്ടെന്ന് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറാർക്കിയുടെ ബാരിയേഴ്സ് എല്ലാം ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ അതൊക്കെ ഹൈറാർക്കി ബാരിയേഴ്സ് അല്ലെങ്കിൽ ഭയമൊന്നും ഇല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതോറിറ്റികളുടെ ചില പരിധികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എന്നുള്ളതാണ് ഇവിടെ പറയുന്ന 2 ലിമിറ്റേഷൻസ്. ഇനി അതിൻ്റെ മോഡ് അല്ലെങ്കിൽ മീഡിയം ബേസ് ചെയ്ത കമ്മ്യൂണിക്കേഷനായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ടൈപ്പുകൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഉദാഹരണം കോൺവെർസേഷൻ, ലെക്ചേഴ്സ്, ഇൻ്റർവ്യൂസ്, ഫോൺ കോൾസ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഉദാഹരണം ലെറ്റേഴ്സ്, ഇമെയിൽസ്, റിപ്പോർട്ട്സ്, മെമ്മോസ്. ഇങ്ങനെ അഡ്വാൻറ്റേജസ് ക്വിക്ക് ആൻഡ് എഫിഷ്യൻറ്റ്, പെട്ടെന്ന് നടക്കുന്നതും എഫിഷ്യൻറ്റുമായിരിക്കും, കാര്യക്ഷമമായിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ തന്നെ ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇത് പേഴ്സണലും എൻഗേജിങ്ങുമായിരിക്കും. ഡിസഡ്വാൻറ്റേജസ് നോക്കൂ. നോ പെർമനൻറ്റ് റെക്കോർഡ്, ഓറൽ ട്രാൻസ്മിഷനിലാണെങ്കിൽ എന്തില്ല, പെർമനൻറ്റ് റെക്കോർഡില്ല. അതുപോലെ തന്നെ എപ്പോഴും എന്ത് ചെയ്യാം, മിസ്ഇൻറ്റർപ്രിറ്റേഷൻ സംഭവിക്കാം. ഇനി രണ്ടാമത്തെ നോക്കൂ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് വേർഡ്സ് ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. യൂസിങ് ക്യൂസ് ലൈക്ക് എക്സ്പ്രഷൻസ് യൂസ് ചെയ്തുകൊണ്ട്, ഗസ്റ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, പോസ്ചറും അപ്പിയറൻസ്, അതുപോലെ തന്നെ നിശബ്ദതയും യൂസ് ചെയ്തുകൊണ്ടും എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കമ്പണൻസ് നോക്കാം. ഫേഷ്യൽ എക്സ്പ്രഷൻസിൻ്റെ കമ്പണൻസ് ആണ് ഐ കോണ്ടാക്ട്, ബോഡി ലാംഗ്വേജ്, ടച്ച്, അപ്പിയറൻസ്, ടോണും പിച്ചും, ശബ്ദത്തിന് ടോണും പിച്ചും എല്ലാം അതിൻ്റെ ചില കമ്പണൻസ് ആണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ പിന്നെ യൂണിവേഴ്സൽ നാച്ചുറൽ, എല്ലാവർക്കും എന്തുണ്ടാവും, ഇത്തരം നോൺ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് അറിയുന്നുണ്ടാവും. ആൻഡ് സപ്പോർട്ട്സ് വെർബൽ കമ്മ്യൂണിക്കേഷന് കൂടുതൽ സപ്പോർട്ടായിട്ട് ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ എഫക്റ്റിവിറ്റി നൽകുവാൻ സാധിക്കുന്ന കാര്യമാണെന്ത്, ഇത്തരത്തിലുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഇനി 3 വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഗ്രാഫ്സ്, ചാർട്ട്സ്, ഇമേജ്, സിംബൽസ്, ഇൻഫോഗ്രാഫിക്സ്, മാപ്സ്, വീഡിയോസ്. ഇതൊക്കെയാണ് ഈ വീഡിയോ, മാപ്പ്, ഇൻഫോഗ്രാഫിക്സ്, സിംബൽസ്, ഇമേജസ്, ചാർട്ട്സ്, ഗ്രാഫ്സ് തുടങ്ങിയവയിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് എന്ത് പറയുക, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അതിൻ്റെ അഡ്വാൻറ്റേജസ് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും, അതിനെ ഓർത്തെടുക്കാൻ പെട്ടെന്ന് പറ്റും. അതേപോലെ തന്നെ യൂസ്ഫുൾ ഫോർ പ്രസൻറ്റേഷനും ടീച്ചിങ്ങിനൊക്കെ അത് എന്താണ് ഉപകാരപ്പെടും. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, ഒരുപാട് ടെക്നോളജി നമുക്ക് ആവശ്യം വരും. അതേപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ കൂടുതൽ ചെയ്താൽ അത് ഹെക്റ്റിക് ആവാൻ സാധ്യതയുണ്ട്. ഓവർ സിംപ്ലിഫിക്കേഷൻ അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഗ്രാഫ്സും ചാർട്ടൊക്കെ കുറച്ച് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാരണം ഓവർ സിംപ്ലിഫിക്കേഷൻ അതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് തേർഡ് വൺ ഈസ് ബേസ്ഡ് ഓൺ ദ ഫോർമാലിറ്റി. ഫോർമാലാണോ ഇൻഫോർമാലാണോ എന്നുള്ളതാണ് ചർച്ച. ഒന്ന്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഫോളോസ് ഒഫീഷ്യൽ ചാനൽസ്, റൂൾസ് ആൻഡ് സ്ട്രക്ചർ. നിയമങ്ങളും സ്ട്രക്ചറും ഒഫീഷ്യലായിട്ടുള്ള ചാനലുകളെല്ലാം ഫോളോ ചെയ്യും. അതിന് ഉദാഹരണം ഒഫീഷ്യൽ സർക്കുലറുകൾ, റിപ്പോർട്ട്സ്, മീറ്റിംഗ് മിനിറ്റ്സ്, ഇമെയിൽസ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഒഫീഷ്യൽ സർക്കുലറുകളും റിപ്പോർട്ടുകളും മിനിറ്റ്സ് ബുക്കുകളും അതേപോലെ തന്നെ ഒഫീഷ്യൽ ഇമെയിലുകളുമാണ് അതിന് ഉദാഹരണം. അഡ്വാൻറ്റേജസ്, റെക്കോർഡ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും, ക്ലിയറും ഓർഗനൈസ്ഡും ആയിരിക്കും, പ്രൊഫഷണൽ ആയിരിക്കും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും, അതുപോലെ തന്നെ പേഴ്സണൽ ടച്ച് അതിൽ കുറവായിരിക്കും. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ അൺഒഫീഷ്യൽ സ്പോണ്ടാനിയസ് കമ്മ്യൂണിക്കേഷൻ റൈസിങ് ത്രൂ പേഴ്സണൽ റിലേഷൻഷിപ്പ്. മനുഷ്യൻ്റെ പരസ്പര ബന്ധത്തിൽ നിന്ന് ഉയർന്നു വരുന്ന കാര്യത്തിനെയാണ് എന്താ പറയുക, പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് കാഷ്വൽ കോൺവെർസേഷൻ, വാട്സപ്പ് ചാറ്റ് എമോങ് നീഡ്സ്. അതുപോലെ തന്നെ റൂമേഴ്സ് ഓർ ക്വിക്ക് അപ്ഡേറ്റ്സ്. റൂമേഴ്സും ഒക്കെ എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉദാഹരണങ്ങളാണ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിരിക്കും, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു, ഓപ്പൺനെസ്സിനെ എൻകറേജ് ചെയ്യുന്നു. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ്റെ മിസ്സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. എന്ത് ചെയ്താൽ പിന്നെ മിസ്ഇൻഫോർമേഷൻ പരത്താൻ പറ്റും. അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി, ആരാണ് ഉത്തരവാദിത്വം, അത് ഉണ്ടാവില്ല. ഈ പാർട്ടിസിപ്പൻസിൻ്റെ നമ്പർ അനുസരിച്ച് ഒരുപാട് തരത്തിലുള്ള കാറ്റഗറി ആക്കിയിട്ടുണ്ട്. ഒന്ന്, ഇൻട്രാപേഴ്സണൽ, ഒരു വ്യക്തി കമ്മ്യൂണിക്കേഷൻ വിത്തിൻ വൺ സെൽഫ്. ഞാൻ എന്നോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താ പറയുക, ഇൻട്രാപേഴ്സണൽ എന്ന് പറയുക. അത് തിങ്കിങ്, സെൽഫ് റിഫ്ലക്ഷൻ, ഡിസിഷൻ മേക്കിംഗ് എല്ലാമാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഉദാഹരണം ജേർണലിങ്, ഇൻറ്റേർണൽ ഡയലോഗ്, പ്ലാനിങ് മെൻ്റലി, നമ്മൾ സ്വയം മാനസികമായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്താണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ, രണ്ടാളുകൾ തമ്മിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് എന്താ പറയുക, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റും പേഴ്സണലുമായിരിക്കാം. അതിന് സ്റ്റുഡൻറ്റും ടീച്ചറും ഇൻട്രാക്ഷൻ അത് ഉദാഹരണമാണ്. അതുപോലെ തന്നെ and then we can see here
എക്സാമ്പിൾസ് ഫ്രണ്ട്സ് ടോക്കിംഗ്, ഇൻ്റർവ്യൂ, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. ഇനി മൂന്നാമത്താണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഒരു സ്മോൾ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേഷനാണ് എന്ത് പറയുക, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. 3 മുതൽ 20 ആളുള്ളവരെയാണ് സാധാരണ ഉണ്ടാവാറ്. ഉദാഹരണം പ്രൊജക്ട് ടീമുകൾ, പാനൽ ഡിസ്കഷൻസ്. നാലാമത്തെ നമുക്ക് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. വൺ സ്പീക്കർ അഡ്രസ്സിങ് എ ലാർജ് ഓഡിയൻസ്. വലിയ ഓഡിയൻസിനെ ഒരു സിംഗിൾ സ്പീക്കർ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണത്. ആൻഡ് അതിൻ്റെ എക്സാമ്പിളുകളാണ് ലെക്ചേഴ്സ്, പൊളിറ്റിക്കൽ സ്പീച്ചസ്, സെമിനാർസ്. ഇനി മാസ് കമ്മ്യൂണിക്കേഷൻ. വലിയ കൂട്ടത്തോട്, അതായത് റീച്ചസ് വെരി ലാർജ് ഓഡിയൻസസ് സൈമിൾട്ടേനിയസ്ലി ത്രൂ മാസ് മീഡിയ. മാസ് മീഡിയയിലൂടെ ഒരുപാട് നമ്പർ ഓഫ് ഓഡിയൻസിന് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതിനാണ് എന്ത് പറയുക, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പർ, സോഷ്യൽ മീഡിയ, ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ളവ. ഇനി അതിൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ പർപ്പസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഫോർമേറ്റീവ് കമ്മ്യൂണിക്കേഷൻ, 2 പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ, 3 ഡയറക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, 4 എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് 5 റിയലിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ. ടെക്നോളജി ബേസ് ചെയ്തിട്ട് സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒക്കേഷൻ റിയൽ ടൈം, റിയൽ ടൈമിൽ ഒക്കെ അറിയുന്ന സാധനത്തിനാണ് എന്ത് പറയുക, സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഫോൺ കോൾസ്, വീഡിയോ കോൾസ്, ലൈവ് ചാറ്റ് ഒക്കെയാണ് അതിൽ തരാം. ഫോൺ കോൾ, വീഡിയോ കോൾ, ലൈവ് ചാറ്റ് അല്ലേ, ലൈവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഫോൺ കോൾ, വീഡിയോ ചാറ്റ്, ലൈവ് കോൾസ്. ആൻഡ് ദെൻ രണ്ടാമതാണ് അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ. നോട്ട് റിയൽ ടൈം അല്ല. അതുപോലെ തന്നെ റിസീവർ വ്യൂസ് ലേറ്റർ. റിസീവർ എന്ത് ചെയ്യുന്നു, പിന്നീട് അത് കാണുന്നുമുണ്ട്. എക്സാമ്പിൾ ഇമെയിൽസ്, വോയിസ് നോട്ട്സ്, റെക്കോർഡ് ലെക്ചേഴ്സ് എക്സെട്ര. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലുള്ള വീഡിയോസ് മോർ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.